ക്വസ്റ്റ്യൻ തരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇരുന്ന് പഠിച്ചാൽ മതി. ഓക്കെ, നമ്മളെ ചടങ്ങിലേക്ക് പോവാം. ഷെയർ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടോന്ന് പറയണം. കാണുന്നുണ്ടല്ലോ. വരും. ഇൻട്രോഡക്ഷൻ തോന്നിയാന്ന് മാറ്റിട്ട് വെറൈറ്റി കളറൊക്കെ വന്നാണ്. ഇപ്പൊ വരാ. ഡിലീറ്റ് ആക്കിയിട്ട് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അതൊക്കെ. നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പി എച്ച് ഡയഗ്രാം ഒന്നുകൂടെ വൃത്തിക്ക് വരക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ പ്രോബ്ലത്തിലേക്ക് നീങ്ങാം. ചടപടയെന്ന് പറഞ്ഞിട്ട് തീർക്കാം. രണ്ട് തരത്തിലാണ് ഈ ഒരു രണ്ടാമത്തെ മൊഡ്യൂളിന്റെ പ്രോബ്ലം ചെയ്യാനുള്ളത്. ഒന്ന് ടേബിൾ മെത്തേഡും ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡും ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ടേബിൾ മെത്തേഡിലാണ് ചെയ്യാൻ പറ്റുക. കാരണം ഡ്രൈനസ് ഫ്രാക്ഷൻ ഒക്കെ തന്നിട്ടില്ല, നമുക്ക് വെറും ടെമ്പറേച്ചറും പ്രഷറും മാത്രം തന്നിട്ടുള്ള കളിയാണെങ്കിലാണ് നമ്മൾ ഏതിൽ ചെയ്യുക, ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യുക. ഇത് ഡ്രൈനസ് ഫ്രാക്ഷൻ ഒക്കെ തന്നതുകൊണ്ട് നമ്മൾ ചെയ്യുക അനലറ്റിക്കൽ മെത്തേഡിലാണ്, അതായത് ഇക്വേഷൻസ് വെച്ചിട്ട്. നമുക്ക് അതിലേക്ക് പോവാം. നമ്മുടെ പി എച്ച് ചാർട്ടൊക്കെ വരക്കുന്നുണ്ട്. പി എച്ച് ചാർട്ടിനകത്ത് നമ്മളെ സാച്ചുറേഷൻ കർവ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഇൻ ആൻ അമോണിയ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ദ പ്രഷർ ഇൻ ദ ഇവാപറേറ്റർ ഈസ് 2.1 ബാർ. ഇവാപറേറ്ററിന്റെ അകത്തുള്ള പ്രഷർ അത് എത്രയാന്ന് തന്നിട്ടുണ്ട്, 2.1 ബാർ ആന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദ അമോണിയ അറ്റ് ഇവാപറേറ്റർ എൻട്രി ഈസ്, ഇവാപറേറ്ററിന്റെ തുടക്കത്തിൽ ഈസ് 0.19 ഡ്രൈ, അതായത് പക്ക ഡ്രൈ അല്ല, 0.19 ഡ്രൈ ആണ്. ആൻഡ് എക്സിറ്റ് ഈസ്, ഇവാപറേറ്റർ കഴിഞ്ഞ് കിട്ടുന്നത്, അതായത് കംപ്രസറിന്റെ തൊട്ട് മുന്നേ അത് 0.86 ഡ്രൈ ആണ്. അതും എന്തല്ല, പക്ക ഡ്രൈ അല്ല, 0.86 ഡ്രൈ ആണ്. അപ്പൊ നമുക്ക് ആ ഒരു പോയിന്റ് ആദ്യം മാർക്ക് ചെയ്യാം. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് പോവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. നമ്മളെ ഇവാപറേറ്റർ ആണ് താഴത്തുള്ളത്, അതായത് ഈ ഒരു ഭാഗത്തുള്ള പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് എന്നർത്ഥം. 2.1 ഇവാപറേറ്ററിന്റെ പ്രഷർ ആണ് അവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നതായിരിക്കും. 2.1 എന്ന് പറഞ്ഞ പ്രഷർ ഞാൻ അവിടെ മാർക്ക് ചെയ്തു. അപ്പൊ 1 എന്ന് പറഞ്ഞ പോയിന്റ് എനിക്ക് എവിടെ കിട്ടും, 0.86 ഡ്രൈ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവാപറേറ്ററിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, ഇവാപറേറ്ററിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പോയിന്റിനെ നമ്മൾ 1 എന്ന് വിളിക്കല്, അല്ലെങ്കിൽ കംപ്രസറിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള പോയിന്റിനെ നമ്മൾ 1 എന്ന് വിളിക്കല്. അപ്പൊ 1 മാർക്ക് ചെയ്ത് ഞാൻ. 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സ് ഐസെൻട്രോപ്പിക് ആണ്, ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആണ്. അപ്പൊ കുറച്ച് ചെരിച്ചിട്ട് കൊണ്ടുപോയി ഞാൻ. എനിക്കറിയില്ല അത് എവിടെ മുട്ടിക്കണം, ഞാൻ തൽക്കാലം മുട്ടിക്കുന്നില്ല, കാരണം അതൊന്നും തന്നിട്ടേ ഇല്ല നമുക്ക് എവിടെ പോയി മുട്ടണമെന്നോ അത് ഡ്രൈ ആയിട്ടാണോ അല്ലെ സൂപ്പർ ഹീറ്റഡ് ആയിട്ടാണോ ഉള്ളത് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ തൽക്കാലം എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടു നിർത്തി. അതായത് സാച്ചുറേഷൻ കർവിൽ ഞാൻ 2 എന്ന് പറഞ്ഞ പോയിന്റ് കൊണ്ടേ മുട്ടിക്കുന്നില്ല. 2 എന്ന് പറഞ്ഞ പോയിന്റിൽ വേറെ തന്നെ പ്രഷർ ആയിരിക്കുമല്ലോ, അതാണ് കണ്ടൻസർ പ്രഷർ, അതായത് കംപ്രസറിന്റെ അകത്ത് നിന്ന് കംപ്രസ് ചെയ്ത് കിട്ടിയ പ്രഷർ. ആ കോൺസ്റ്റന്റ് പ്രഷറിനെ ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. 2 നിന്ന് 3ലേക്കുള്ള പ്രോസസ്സ്, 2 നിന്ന് 3ലേക്ക് എന്താണ് കണ്ടൻസറിനകത്തുള്ള പ്രോസസ്സ്.
അത് ഐസോബാറിക് ഹീറ്റ് റിജക്ഷൻ. ഇവിടെയാണ് 3 എന്ന് വിചാരിക്കും. 3 4ലേക്കുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പാൻഷൻ ഡിവൈസ്. എക്സ്പാൻഷൻ ഡിവൈസിൽ നടക്കുന്ന പ്രോസസ് ഐസെൻതാൽപിക് ആണ്. എൻതാൽപി കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് അതുകൊണ്ട് കുത്തനെ താഴത്തേക്ക്. ഇതാണ് 4 എന്ന് പറഞ്ഞ പോയിന്റ്. ലാസ്റ്റ് 4 തിരിച്ച് 1ലേക്ക്. ഇതാണ് നമ്മുടെ പ്രോസസ്സ് വരുന്നത്. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് വെച്ചാൽ x1, അതായത് ഡ്രൈനസ് ഫ്രാക്ഷനിൽ x1 എന്ന് വെച്ചാൽ എത്ര ആയിട്ടുണ്ട് അവിടെ നോക്കുക. ഇവാപറേറ്റർ എൻട്രി ഈസ് 0.19, അതായത് ഇവാപറേറ്ററിന്റെ തുടക്കം 4 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇവാപറേറ്ററിൽ തുടങ്ങുന്നത്. അപ്പൊ അവിടെ 0.19ഉം എക്സിറ്റിൽ 0.86ഉം ആണ്. അപ്പോ x4ഉം x1ഉം തന്നിട്ടുള്ളത്. x1 0.86 ഡ്രൈ എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ x4 നമുക്ക് തന്നിട്ടുണ്ട് എന്ത് 0.19 ഡ്രൈ. ഇവിടെ 0.19 ഡ്രൈ ആണ് ഇതിൻ്റെ ഉള്ളിൽ 4 എന്ന് പറഞ്ഞ പോയിന്റ്. ഈ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.86 ഡ്രൈ ആണ്. പക്ക ഡ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഈ പച്ച കളർ ലൈനിന്റെ അടിക്കാണ്. ഇതാണ് എന്തെന്ന് x is equal to 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ. അപ്പൊ അത് നമുക്ക് തന്നിട്ടില്ല. x is equal to 1 എന്നല്ല തന്നിട്ടുള്ള 86 ആണ് ആദ്യത്തെ പോയിന്റിൽ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തു. ഇനി പിന്നെ എന്തൊക്കെയാ തന്നിട്ടുള്ളത് നോക്കാം. പ്രഷർ അറ്റ് 4 ഇറ്റ്സ് ഈക്വൽ ടു പ്രഷർ അറ്റ് 1. രണ്ട് പ്രഷർ ഒരേ പ്രഷറാണ്. ഇവാപറേറ്ററിന്റെ പ്രഷറാണ്. എത്ര തന്നിട്ടുണ്ട് 2.1 ബാർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്. പിന്നെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? വർക്ക് ഡൺ ഡ്യൂറിങ് കംപ്രഷൻ ദ വർക്ക് ഇൻപുട്ട് പെർ കിലോഗ്രാം ഓഫ് റെഫ്രിജറന്റ് ഈസ് 150 കിലോ ജൂൾ തന്നിട്ടുണ്ട്. വർക്ക് ഡൺ നമുക്ക് തന്നിട്ടുണ്ട്. വർക്ക് ഡൺ പെർ കിലോഗ്രാം ഓഫ് റെഫ്രിജറന്റ്. അപ്പോ വർക്ക് ഡൺ തന്നിട്ടുണ്ട് ഇസ് ഈക്വൽ ടു 150 കിലോ ജൂളാണ് തന്നിട്ടുണ്ട്. വർക്ക് ഡൺ പെർ കെ ജി ആണ്, പെർ കിലോഗ്രാം ആണ് തന്നിട്ടുള്ളത്. അതായത് 1 കിലോയിൽ 150 കിലോ ജൂളാണ് വർക്ക് ചെയ്യുന്നതെന്ന് അർത്ഥം. കാൽക്കുലേറ്റ് COP and theoretical piston displacement of the compressor if mass flow rate is 4.5 kilogram per minute. മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. മാസ് ഫ്ലോ റേറ്റ് തന്നിട്ട് എത്രയാണ് 4.5 കിലോഗ്രാം പെർ മിനിറ്റ് മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യേണ്ടത്. ഒന്നാമത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാഫിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ പഠിക്കണം. ഇന്റർപ്രറ്റ് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫ് കൂടെ വരച്ചുതരാം. അവിടെ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാണ്ടൊന്നുമില്ലല്ലോ? ആരും ഒച്ചയാണ് കേൾക്കാത്തവരോ? ഗ്രാഫ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഞങ്ങളെ പി എച്ച് ചാർട്ട് എച്ചിന്റെ മല. ഇതിൻ്റെ അകത്തുനിന്ന് ഇത്രയും ഭാഗം റൈറ്റ് സൈഡ് ഭാഗത്തിനെ മൊത്തം നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് HG, എൻതാൽപി ഓഫ് ഗ്യാസ്. കാരണം എന്താ, റൈറ്റ് സൈഡ് മൊത്തം എന്താ ഗ്യാസ് സ്റ്റേറ്റ് ആണ്. അപ്പൊ റൈറ്റ് സൈഡ് മലേന്റെ മുകളിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അത് ഈ പോയിന്റ് എടുത്ത് വെച്ചോ. ഈ പോയിന്റ് എടുത്തിട്ട് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. ഇതിപ്പോ 2.1 ബാറിന് ക്വസ്റ്റ്യനിൽ തന്ന പോലെ തന്നെ ഒരു പ്രഷറാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് ഈ പോയിന്റിലുള്ള HG ഒറ്റയടി കണ്ടുപിടിക്കാൻ പറ്റും. HG ഈസ് ഈക്വൽ ടു പറഞ്ഞിട്ട് എനിക്ക് ടേബിളിൽ നിന്ന് കിട്ടും. ആ ടേബിൾ ഞാനിപ്പം കാണിച്ചതേ. HG എന്ന് അതിന് പറയാം, എൻതാൽപി ഓഫ് ഗ്യാസ്. കാരണം റൈറ്റ് സൈഡ് ഫുൾ ഗ്യാസ് ആണ്. ഇനി ലെഫ്റ്റ് സൈഡിൽ ഫുൾ എന്താണ്? ഈ മലേന്റെ ലെഫ്റ്റ് സൈഡിൽ ഫുൾ എന്താ ഉള്ളത്? റൈറ്റ് സൈഡിൽ ഗ്യാസ് ആന്ന് പറഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്? നടുവില് ലിക്വിഡ് പ്ലസ് ഗ്യാസ് ആണ്. റൈറ്റ് സൈഡിൽ ഫുൾ ഗ്യാസ് ആണ്.
മലേന്റെ ഇവിടെ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്? കറക്റ്റ് ലിക്വിഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. ഇവിടെ ഒരു ബ്രൗൺ കളർ പോയിന്റ് കാണുന്നുണ്ടോ? 2.1 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇവിടെ ഒരു ബ്രൗൺ കളർ പോയിന്റ്, വലിയൊരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇതിനെ HG എന്നാ പറയുന്നെങ്കിൽ ഈ പോയിന്റിന് എന്തായിരിക്കും വിളിക്കുക? ഫ്ലൂയിഡ്. അത് HF എന്ന് വിളിക്കാം. അവിടെ ഫ്ലൂയിഡ് അല്ലേ ഉള്ളത്, ലിക്വിഡ് അല്ലേ ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു പോയിന്റിനാണ് HF എന്ന് വിളിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് വേറൊരു പ്രഷർ എടുക്കുന്ന വെച്ചു. ഒരു 1 ബാറിന്റെ പ്രഷർ എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുക. 1 ബാർ ആണെങ്കിൽ ഈ ഒരു പോയിന്റ് റൈറ്റ് സൈഡ് കാണുന്ന ഈ ഒരു പോയിന്റിനെ ഞാൻ എന്ത് വിളിക്കുക? HG എന്ന് വിളിക്കുക. ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റിനെയാണ് HF എന്ന് വിളിക്കുക. ഇനി HG മാത്രമല്ല, ഇവിടെ എന്ത് തന്നിട്ടുണ്ടാവും? SG ഉണ്ട്. അതായത് എൻട്രോപ്പി നമുക്ക് വേണമെങ്കിൽ ആ പോയിന്റിലെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ SF നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഡയറക്റ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചിട്ട് എഴുതാൻ പറ്റും ടേബിൾ നോക്കിയിട്ട്. ബട്ട് ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നത് ഈ പോയിന്റ് കാണുന്നുണ്ട് ഇപ്പൊ എല്ലാവരും. ഒരു പോയിന്റ് ഞാൻ മലേന്റെ ഉള്ളിലാണ് മാർക്ക് ചെയ്തത്. ഈ പോയിന്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ മലേന്റെ ഉള്ളിലാണ്, ഒറ്റ നോട്ടത്തിൽ. നമുക്ക് മലേന്റെ പുറത്ത് ഏതൊരു മനുഷ്യനുണ്ടെങ്കിലും ഒറ്റയടിക്ക് കണ്ടുപിടിക്കാന്ന് അർത്ഥം. ഇവിടെയൊക്കെ ആര് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ മലേന്റെ ഉള്ളിൽ ഒരുത്തൻ കയറി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് എന്തെന്ന് ഈ ഒരു പോയിന്റ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് ആണ് നമ്മളിപ്പം വരച്ചതിൻ്റെ അകത്തുള്ളത്. 1 എന്ന് പറഞ്ഞ പോയിന്റും 4 എന്ന് പറഞ്ഞ പോയിന്റും എവിടെയുള്ളത്? മലേന്റെ ഉള്ളിലല്ലേ ഉള്ളത്. കാണുന്നുണ്ടോ? നമ്മൾ വരച്ചതിൻ്റെ അകത്ത് 1 എന്ന് പറഞ്ഞ പോയിന്റ്, 4 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയുള്ളത്? ഈ മലേന്റെ ഉള്ളിലാണ്. മനസ്സിലായ? അതായത് HG അല്ല, HF അല്ല, ഫ്ലൂയിഡും അല്ല, ഗ്യാസും അല്ല, അതിന്റെ ഇടയിലാണ് കിടക്കുന്നത് 1 എന്ന് പറഞ്ഞ പോയിന്റും 4 എന്ന് പറഞ്ഞ പോയിന്റും. അതിനെ നമ്മൾ കണ്ടുപിടിക്കണം. അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വലിയ മെനക്കെട്ട ഇക്വേഷൻ ഒന്നല്ല, സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അത് ഞാൻ പ്രോബ്ലത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞുതരാം. പക്ഷെ അതിന്റെ മുമ്പിട്ട് നമ്മൾ അറിയേണ്ടത് വെച്ചാൽ മലേന്റെ മുകളിലുള്ള ഏത് പോയിന്റ്, അതായത് 3 എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ തൽക്കാലം എടുക്കും. 3 ആണെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? 3 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയല്ലേ? ഗ്യാസിന്റെ ലിക്വിഡിന്റെ സ്ഥലത്താണ്. ഇത് HF ആണ്. HF ഫ്ലൂയിഡ് അറ്റ് കറസ്പോണ്ടിങ്. ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു താഴത്തെ നമുക്ക് അതിന്റെ 2.1 ഉണ്ടാവും. ഇവിടെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടാവല്ലോ. ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് HF കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ H4ഉം H1ഉം കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പൊ കാണിച്ചു തരാം. ഒരു ടേബിൾ കാണിച്ചു തരാൻ. ആ ടേബിളാണ് ഈ ടേബിൾ. നമ്മളെ റെഫ്രിജറന്റ് ഏതായിരുന്നു? നമ്മളെ റെഫ്രിജറന്റ് വരുന്നത് അമോണിയ. അപ്പൊ അമോണിയന്റെ ടേബിൾ നമ്മൾ എടുക്കണം. റെഫ്രിജറന്റ് 12, റെഫ്രിജറന്റ് 22, റെഫ്രിജറന്റ് 717. അതിനെയാണ് അമോണിയ എന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. ആ ടേബിളാണ് എന്ത്? ഈ കാണുന്ന ടേബിൾ. ഇനി ഞാനിപ്പം പറഞ്ഞ HF HG എല്ലാം ഇപ്പം കാണിച്ചു തരാം. എനിക്കിപ്പോ തന്നിരിക്കുന്നത് എന്താ? പ്രഷറാണ്. 2.1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഷറാണ്. പ്രഷറിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇവിടെ നോക്കുന്നത് 2.1 എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഉള്ളത് എന്താ? 2.03400. ആ പ്രഷറാണ് ഉള്ളത്. കാണാൻ പറ്റും. എവിടെയാണ് പ്രഷർ ഉള്ളത്? പ്രഷർ മെഗാ പാസ്കൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. മെഗാ പാസ്കലിനെ തന്നെ ബാർ എന്ന് വിളിക്കുക. പ്രഷർ മെഗാ പാസ്കൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. കുറെ പ്രഷർ തന്നിട്ടുണ്ട് കറസ്പോണ്ടിങ് ആയിട്ട്. ഇഷ്ടംപോലെ പ്രഷർ തന്നിട്ടുണ്ട്. ആ പ്രഷറിലെല്ലാം നമുക്ക് ഏത് സാധനവും കണ്ടുപിടിക്കാം. ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൻസിറ്റി വേണമെങ്കിൽ കണ്ടുപിടിക്കാം, വോളിയം കണ്ടുപിടിക്കാം. നമുക്ക് വേണ്ട സാധനം ഇതാണ്. എൻതാൽപ്പി അത് കണ്ടുപിടിക്കാം. ഇനി എൻട്രോപ്പി വേണമെന്നുണ്ടെങ്കിൽ എൻട്രോപ്പി കണ്ടുപിടിക്കാം. സ്പെസിഫിക് ഹീറ്റ്, അതായത് CP വാല്യൂ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് വിസ്കോസിറ്റി കണ്ടുപിടിക്കാം, തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം, സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കാം, ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം, അങ്ങനെ പലതും കണ്ടുപിടിക്കാം. അതിനാണ് നമ്മൾ ഈ ചാർട്ട് എന്ന് പറയുന്നത്. ഈ ടേബിള്, ഇതിനാണ് റെഫ്രിജറേഷൻ ടേബിൾ നിങ്ങൾ മേടിക്കണം. ഡാറ്റാ ബുക്ക് മേടിക്കണം. ഡാറ്റാ ബുക്കിൻ്റെ അകത്ത് ഈ അമോണിയ എന്ന് പറഞ്ഞ റെഫ്രിജറന്റ് എടുക്കുക. നേരെ ഇവിടത്തേക്ക് വരിക.
കറസ്പോണ്ടിങ് നമുക്കിപ്പോ തന്നിരിക്കുന്നത് എന്താണ്? ഒരു പ്രഷർ തന്നിട്ടുണ്ട്, ഇവാപ്പറേറ്ററിന്റെ ഇടയ്ക്കുള്ള പ്രഷർ. അപ്പൊ നമുക്ക് 2.1 പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അത് നേരെ ഇവിടത്തേക്ക് വന്നിട്ട് 2.1 നോക്കുക. 2.1 തന്നിട്ടില്ല. 2.1 പകരം 2.03400 2.3110 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ 2.1 എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് അറിയില്ലേ? ഇന്റർപോളേഷൻ കേട്ടിട്ടുണ്ട? വാക്ക് കേട്ടിട്ട് പേടിക്കണ്ട, ഇന്റർപോളേഷൻ എന്നാ പറയാ ആ മെത്തേഡിന്. 2.1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് ഇന്റർപോളേഷൻ എന്നാ പറയല്. കേട്ടിട്ടുണ്ടാവായിരിക്കും. കേട്ടിട്ടില്ല? നമുക്ക് രണ്ട് വാല്യൂസ് എനിക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഈ ടേബിളിൽ ഇല്ലാത്ത വാല്യൂസ് ആണെങ്കിൽ ഞാൻ അത് കണ്ടുപിടിക്കുന്ന മെത്തേഡിനാണ് ഇന്റർപോളേഷൻ എന്ന് പറയാം. വലിയൊരു വാക്ക് ഇട്ടിരുന്നേ ഉള്ളൂ. സംഭവം സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്കാൽ ഞാൻ ഈ വലിയ ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നില്ല, ചെറുത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. പേജ് നമ്പർ എത്രയാണ്? എടാ ഡാറ്റ ബുക്ക് ഉണ്ടാ കയ്യില്? എന്നാ വളരെ ഉപകാരം. പേജ് നമ്പർ എനിക്ക് അറിയില്ല. ഇത് ഞാൻ വെറുതെ PDF ഡൗൺലോഡ് ചെയ്തതാ. അത് ഒറിജിനൽ വാല്യൂ അല്ല, അത് തെറ്റാണ് വാല്യൂസ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് എടുക്കുന്നില്ല. നിങ്ങളെ കയ്യിലുള്ളതിൻ്റെ അകത്ത് എനിക്ക് പറഞ്ഞതാ. ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉപകാരം. എന്റെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഡൗൺലോഡ് ചെയ്തിട്ടതാ, കാണിക്കാൻ വേണ്ടിട്ട് മാത്രം. പേജ് കാണുന്നില്ല. പേജ് നമ്പർ 5. നിങ്ങളെ ഇത് പേജ് നമ്പർ കിട്ടിയ അമോണിയന്റെ ഇൻഡെക്സിലുണ്ട്, ഇൻഡെക്സ് പേജിലുണ്ടാവും അമോണിയന്റെ. ഇപ്പൊ നമ്മളെ ഇന്റർപോളേഷന്റെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കാരണം ഇതൊക്കെ അറിയെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് കാര്യമുള്ളൂ. പ്രഷറിന്റെ വാല്യൂ ഒരു 1 ബാർ ഉണ്ട്, പിന്നെ ഒരു 3 ബാർ ഉണ്ട്. ഇതൊക്കെ തന്നായിരിക്കും. 1 കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എൻതാൽപ്പി HG ഉണ്ട്. എനിക്ക് HG ഒരു 10ഉം ഇതൊരു 20 വന്നിരിക്കും. ഇങ്ങനെയാണുള്ളത്. ടേബിളിൻ്റെ അകത്ത് ഇങ്ങനെയുള്ളതായിരിക്കും. പ്രഷർ 1, 3, HGന്റെ വാല്യൂ 10, 20, HFന്റെ വാല്യൂ, അങ്ങനെ ഓരോ വാല്യൂസ് ഉണ്ട്. തൽക്കാലം ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എടുക്കുന്നതാണ്. പക്ഷെ എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് പ്രഷർ 2 ബാർ എന്നാണ്, അല്ലെങ്കിൽ 2.1 ബാർ എന്നാണ് എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇതിന്റെ അകത്ത് ടേബിൾ നോക്കി കഴിഞ്ഞാൽ വാല്യൂസ് കിട്ടില്ല അല്ലെ. 2.1 എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിലുള്ള ഏതോ ഒരു പോയിന്റ് ആണ് 2.1. കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഇവിടെ വാല്യൂ ഇല്ല, അതൊരു എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ഞാൻ കണ്ടുപിടിക്കല്? 20 minus 10 divided by 3 minus 1. സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ലോജിക്ക് ഓർത്ത് വെക്കുക. ഒരു ഗ്രാഫ് ഉണ്ട് നേരിക്കും. എനിക്ക് അറിയുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? 2ന്റെ അറിയാം, 1ന്റെ അറിയാം. 1 അറിയാം, 2 അറിയാം. പ്രഷർ ഇവിടെ പ്രഷറാന്നിരിക്കും. എനിക്ക് കണ്ടുപിടിക്കേണ്ട സാധനം H ആണ്. അത് ഇപ്പുറത്തെ സൈഡും എടുത്ത് H എത്ര ആയിട്ടുണ്ട്? 1 കറസ്പോണ്ടിങ് ആയിട്ട് H വരുന്നത് എത്രയാന്ന്? 10 അല്ലേ? അവിടെ ഒരു 10ഉം 2 കറസ്പോണ്ടിങ് ആയിട്ട് H വരുന്നത് 20 ആണ്. അതായത് നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ 2 കറസ്പോണ്ടിങ് ആയിട്ട് ഇടുക, 1 കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ഇങ്ങനെ പോകും. എന്താ പറഞ്ഞു ഇത് കയറി വന്നത്? സെക്കൻഡ്. എന്റെ ഗ്രാഫ് പോകുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ ആണെന്ന് വിചാരിക്കും. 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് 20, അതേപോലെ തന്നെ 1 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുണ്ട് 10. 3 കറസ്പോണ്ടിങ് എനിക്ക് വേണ്ടത് 3 കറസ്പോണ്ടിങ് ആണ്. 3 എനിക്ക് വേണ്ടത് 2.1 ആണ്. 2.1 എന്ന് വെച്ചാൽ ഇടയിലുള്ളതാണ്. 2.1 കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന രണ്ട് വാല്യൂസ് എന്തൊക്കെയാ? 3
-1, അതായത് വലുത് മൈനസ് ചെറുത്. ഇതെന്താ ഇത് ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? 3 - 1 നമുക്ക് അറിയുന്നതിൻ്റെ അകത്തുള്ള വലുത് മൈനസ് ചെറുത് എടുക്കുക. ഡിവൈഡ് ബൈ നമുക്ക് അറിയാത്ത 2.1 ആണ്, അത് മൈനസ് ചെറുത്. നമുക്ക് അറിയുന്ന വലുത് ഇതെന്താ അലമ്പാ ഇതിനെ കൊണ്ട്. ഇതെവിടെ നിന്ന് ഇപ്പൊ ഇങ്ങനെ കയറി വരാൻ തുടങ്ങിയത്? വലുത് മൈനസ് ചെറു 1 ഡിവൈഡ് ബൈ നമുക്ക് അറിയാത്ത വാല്യൂ. ഒരു സെക്കൻഡേ. ചോദിക്കണ്ട. ഇത് ഈസ് ഈക്വൽ ടു 3 കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് കിട്ടിയ വാല്യൂ എത്രയായിരുന്നു? തന്നിരിക്കുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ആയിരുന്നു. -1 കറസ്പോണ്ടിങ് ആയിട്ട് 10 ഡിവൈഡ് ബൈ 2.1 കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് അറിയില്ലായിരുന്നു, എക്സ് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. -1 കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് കിട്ടിയത് 10. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു എന്ന ഉത്തരം കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് ഈ ഒരു ഗ്രാഫ് ഒന്ന് മൈൻഡിലേക്ക് ഓടി വരാം. എന്നിട്ട് ഞാൻ 1, 3 എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് 10 അപ്പൊ ആ ഒരു ഗ്രാഫ് അവിടെ പ്ലോട്ട് ചെയ്തു. അതേപോലെ തന്നെ ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് തന്നെ വരിക. അങ്ങനെ ഞങ്ങൾക്ക് 2.1 എന്ന് വെച്ചാൽ ഇതിന്റെ മിഡിലുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് 3 - 1 ഡിവൈഡ് ബൈ നമുക്ക് അറിയാത്ത വാല്യൂ 2.1 അന്ന് ക്വസ്റ്റ്യനിൽ തന്ന, പക്ഷെ എനിക്ക് അറിയില്ല. -1 ഈസ് ഈക്വൽ ടു 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളിന്റെ അകത്തുള്ള ഉത്തരം 20 ആണ്. 1 കറസ്പോണ്ടിങ് ആയിട്ട് 10 ആണ്. 2.1 കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആണ്, എനിക്ക് അറിയില്ല. 1 കറസ്പോണ്ടിങ് ആയിട്ട് 10. ഈ ഒരു രീതിയിൽ ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ ഡയറക്റ്റ് കിട്ടും. അവിടെ റോഷത്തെ കയ്യിൽ ടേബിൾ ഇല്ലേ? നമുക്ക് ഇപ്പൊ ഇവിടെ ഉള്ളത് 2.1 ആണ്. 2.1 ബാർ എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ HF എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ലെഫ്റ്റ് സൈഡിലായിരിക്കും. HG എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? ഗ്യാസ് റൈറ്റ് സൈഡിലും ആയിരിക്കും. ഒന്ന് പറഞ്ഞുതരും എത്രയാന്ന്? പ്രഷർ 2.1 ആകും. നിങ്ങള് ഇതില് ഇൻഡെക്സിലുണ്ട്. ഇൻഡെക്സിന്റെ അകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് അമോണിയ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. NH3 അമോണിയ, പ്രോപ്പർട്ടീസ് ഓഫ് അമോണിയ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇൻഡെക്സ് പേജ് ഓപ്പൺ ചെയ്യാം. എല്ലാ റെഫ്രിജറന്റും ഉണ്ടാവും. പ്രോപ്പർട്ടീസ് ഓഫ് CO2, പ്രോപ്പർട്ടീസ് ഓഫ് R12, പ്രോപ്പർട്ടീസ് ഓഫ് R134, അങ്ങനെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. അതിൽ നമുക്കിപ്പോ ക്വസ്റ്റ്യനിൽ അമോണിയ ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് അമോണിയന്റെ വാല്യൂസ് എടുക്കുക. അതിനകത്ത് 2.1 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാ? പ്രഷർ ഉണ്ടാ? തന്നിട്ടുണ്ടാ? 2.2 ഉണ്ട്. ഓക്കെ, നമുക്കെന്നാ അതിന്റെ അകത്ത് തന്നെ കണ്ടുപിടിക്കാം. 2.2 ഉണ്ട്. പ്രഷർ മാത്രം നോക്കിയാൽ മതി. 2.2 ഉണ്ട്. പിന്നെയോ? പിന്നുള്ളത് 2.07. 2.07 ഉള്ളത് പ്രഷർ. ഇതിനകത്ത് നമ്മൾ എന്ത് കണ്ടു? 2.2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള HG HF എന്ന് പറഞ്ഞുതരോ? HF ആയിരിക്കും ആദ്യം ഉണ്ടാവുക, HG ആയിരിക്കും പിന്നെ ഉണ്ടാവുക. 2.2 കറസ്പോണ്ടിങ് ആയിട്ട് എത്ര? 107.83. 107.3 ആ? ഇതന്നെയല്ലേ? 107.83. 0.383 ആ? 107.83. ഒരു സെക്കൻഡ്, ഞാൻ 4th ഇയർ എമ്മിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നാൽ മതി എനിക്ക്.
ആ സർ. അങ്ങനെ എനിക്കത് വായിക്കാൻ പറ്റും. HF ആണ് ഫസ്റ്റ് തന്നെ. HF എന്ന് പറഞ്ഞുതരാം. 107 HF 107.83 383 അല്ല 83. ഓക്കെ. HGO 2.2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള HG 15.5 ഒരു 1000 ചില്ലറ വരും. 1400 ആവന്നെ. 1425.28. ഓക്കെ. ഇനി 2.07 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് പറഞ്ഞു തരും. 2.07 കറസ്പോണ്ടിങ് ആയിട്ട് HF 117.69 HGO HG 126. ഇല്ല, മറ്റേ എത്രയാ? പോയാ? സാറേ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതെത്രയാണ്? HF 98.76. HF 98.76 വരുന്നേ. പിന്നെ ജിഷ്ണു ഡാറ്റ ബുക്കിൽ വേരിയേഷൻ ഉണ്ടല്ലോ. അതുണ്ടാവണം. അതാ പറഞ്ഞ. ഇപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചെന്ന ഡാറ്റ ബുക്കിനകത്തും ഇതിന്റെ അകത്തും വേരിയേഷൻസ് ഇല്ലേ? എന്റെ CP കോതന്തരാണ്. അതുണ്ടാവും, വേരിയേഷൻസ് ഉണ്ടാവും. ഇതിന്റെ സ്റ്റെപ്പ് മാത്രം കിട്ടിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ജസ്റ്റ് ഈ സ്റ്റെപ്പ് മാത്രം അറിഞ്ഞിട്ടാൽ മതി എന്താ ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോ ആൾക്കാർ നോക്കുന്ന ഡാറ്റ ബുക്കിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പൊ എനിക്ക് തോന്നുന്ന വാല്യൂസ് വെച്ച് ചെയ്താണ്. സാറേ അതില് ഓനെടുത്തും ഞാനെടുത്തും പോയിന്റ് സെയിം അല്ല. ഏതില്ല? ഞാനെടുത്ത് ഓനെടുത്ത് പോയിന്റ് വ്യത്യാസമുണ്ട്. ഞാൻ ആ പോയിന്റ് ഇതിപ്പോ എത്ര കിട്ടുന്ന? 2.07 117.68 തന്നെയാണോ? എന്റെ കയ്യിലില്ലാണ്ട ഇപ്പൊ ഡാറ്റ ബുക്ക് പണിയിട്ട്. ഇത് രണ്ടോ നിന്റെ ഡാറ്റ ബുക്കിലുള്ളത്? ഡാറ്റ ബുക്കിൽ രണ്ടും ഉള്ളത്. അതിന്റെ വാല്യൂ ഞാൻ മുകളിൽ വെച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ. കേട്ടില്ല. പ്രഷർ കൂടുമ്പോ HF കൂടില്ല. പ്രഷർ കൂടുമ്പോ HF കൂടില്ല. എന്താൽപി കൂടും. അപ്പൊ ഇതിപ്പോ ഡാറ്റ വാല്യൂ കേട്ടില്ലേ? കേട്ടില്ല. എന്തല്ലോ കട്ടായിട്ടാ. അങ്ങനെയല്ല, 2.07 എന്നത് 2.2 ചെറുതല്ലേ? അപ്പൊ HFന്റെ വാല്യൂ 2.2 ഏറ്റവും കൂടുതൽ വേണ്ടേ? അങ്ങനെ പറയാൻ പറ്റില്ലടാ. അത് ഓരോ ടേബിളിൽ ഇവർ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നല്ലേ. അല്ല, അങ്ങനെ ടെമ്പറേച്ചർ അല്ല, പ്രഷർ കൂടുമ്പോ എന്തായാലും കൂടില്ല. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. സാർ ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഓനെ മനസ്സിലാവില്ല. ഫസ്റ്റ് പറഞ്ഞത് 2.2, രണ്ടാമത് പറഞ്ഞ 2.05. ഏതായാലും ഇങ്ങനെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറം കിട്ടിയിട്ടുണ്ടാവും. ഇതിന്റെ അകത്ത് നമുക്ക് 2.1 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. 2.1 കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? കിട്ടിയതിന്റെ അകത്ത് വലിയ വാല്യൂ 2.2 ആണ്. 2.2 മൈനസ് ചെറുത് 2.07 ഡിവൈഡഡ് ബൈ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം 2.1 ആണ്. മൈനസ് ചെറിയ വാല്യൂ 2.07 ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? 2.2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? HF മാത്രം എടുക്കുക. HF കണ്ടുപിടിക്കുന്നതായിരിക്കും. HF ആണെങ്കിൽ 107.83
1.83 ആണ് മൈനസ് 2.07 കറസ്പോണ്ടിങ് ആയിട്ടുള്ള HF 117.68 ആണ് ഡിവൈഡ് ബൈ 2.1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള HF എനിക്ക് അറിയില്ല, അതുകൊണ്ട് HF എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടുന്നത്. എക്സിന് പകരം ഞാൻ HF എന്ന് പറഞ്ഞിട്ട് ഇട്ട് മൈനസ് 2.07 117.68. ഇത് സോൾവ് ചെയ്താൽ എനിക്ക് എന്ത് ഉത്തരം കിട്ടും? HFന്റെ വാല്യൂ ഏതാണ്ട് 117.86 എന്ന് പറഞ്ഞാൽ കിട്ടുക. 2.1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള HF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 117.86 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതേപോലെ തന്നെ 2.1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള HG ഇതേ മെത്തേഡിൽ സോൾവ് ചെയ്യുക, ഉത്തരം കിട്ടും 1439.84 എന്ന് പറഞ്ഞിട്ട് കിട്ടും. കേട്ടോല്ലേ? അതേപോലെ തന്നെ നമുക്ക് വേണേൽ എൻട്രോപ്പി എല്ലാം കണ്ടുപിടിക്കാം, SF SG എല്ലാം കണ്ടുപിടിക്കാം നമുക്ക്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യാനുള്ള പരിപാടികളൊന്നുമില്ല. HF HG കിട്ടിയിട്ടുണ്ട്. എവിടത്തെയാ കിട്ടിയത്? ക്വസ്റ്റ്യനിലേക്ക് വരിക. സെക്കൻഡേ, PH ചാർട്ട് 1 2 3 4 ഇങ്ങനെയാണ് ഉണ്ടായത്. ഇതൊരു കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ, ഇത് അടുത്ത കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ. ഇതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2.1 ബാറാണ് ഇവാപ്പറേറ്ററിന്റെ പ്രഷർ. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് HF, ഇവിടുത്തെ HF കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ഇവിടുത്തെ HGയും കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ H1ഉം H4ഉം കണ്ടുപിടിക്കാനുള്ള ഐഡിയ ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. H1 ഈസ് ഈക്വൽ ടു, H1 എന്ന് വെച്ചാൽ എവിടെയുള്ളത്? ഇവിടെ അല്ലേ. H1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ കണ്ടുപിടിക്കുക വെച്ചാൽ HFന്റെ കൂടെ എന്തോ ഒരു സാധനം കൂട്ടിയാൽ H1 കിട്ടും. HF എന്ന് വെച്ചാൽ എവിടെയുള്ളത്? HF ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. HFന്റെ കൂടെ എന്തോ ഒരു സാധനം കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് H1 കിട്ടുക അല്ലേ. അതുകൊണ്ട് H1 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതി HF പ്ലസ് എന്തോ ഒരു സാധനം. ആ എന്തോ ഒരു സാധനം എന്താ വെച്ചാൽ നമുക്ക് അവിടുത്തെ ഡ്രൈനസ് ഫ്രാക്ഷൻ തന്നിട്ടുണ്ടല്ലോ. X1 എത്രയാന്ന് തന്നിട്ടുണ്ട്? X1 ഇൻറ്റു HG മൈനസ് HF. ഈ ഗ്യാസിൻ്റെത് മൈനസ് HF. ഈ HG മൈനസ് HFനെ നമ്മൾ എന്ത് പറയാ? HFG എന്ന് പറയാം. വെറുതെ ഒരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും HFG ആണ്. HG മൈനസ് HF എന്ന് വെച്ച് കഴിഞ്ഞാൽ HFG ആണ്. കട്ടായ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. ലോജിക്ക് മനസ്സിലായ? 1 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താൽപ്പി എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് ആയിട്ടുള്ള HF കഴിഞ്ഞിട്ട് എന്തോ ഒരു സാധനം കൂട്ടിയാലെന്ന് 1 വരെ എത്തുക. അപ്പോൾ HF പ്ലസ് ആ എന്തോ ഒരു സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈനസ് ഫ്രാക്ഷൻ, ആ കറസ്പോണ്ടിങ് വാല്യൂയിലുള്ള ഡ്രൈനസ് ഫ്രാക്ഷൻ പ്ലസ് ഏറ്റവും റൈറ്റ് സൈഡ് HG മൈനസ് HF. റൈറ്റ് സൈഡ് ഗ്യാസ് സാർ ഹലോ. പോയി. ഹലോ.
2.2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള HG 1400 ആവുന്നേ 1425 117 HG 126 പോയിന്റ് പോയാ ഇതെത്രയാണ് ഒന്നുമില്ല. 8.7 വരുന്നത്. അതുണ്ടാവും, അതാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചുള്ള ഡാറ്റ ബുക്കിനകത്തും ഇതിനകത്തും വേരിയേഷൻസ് ഇല്ല, വേരിയേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിന്റെ സ്റ്റെപ്പ് മാത്രമേ നിങ്ങൾ ഓരോ ആൾക്കാർ നോക്കുന്ന ഡാറ്റ ബുക്കിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏതില്ല ഇതിപ്പോ എത്ര കിട്ടുന്നത്? 2.07 117.8 തന്നെയാണോ? എന്റെ 2.07 ഓക്കെ കേട്ടില്ല. അത് ഇവര് നേരത്തെ ചോദിച്ചല്ലേ? കേട്ടില്ല, എന്തെല്ലോ കട്ടായിട്ടാ കേൾക്കുന്നേ. എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടുപിടിക്കുന്നല്ലേ, ചിലപ്പോ മാറാതിരിക്കും. കിട്ടും ഇങ്ങനെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറം കിട്ടിയിട്ടുണ്ടാവും. ഇതിന്റെ അകത്ത് ചെയ്യണം, കിട്ടിയതിന്റെ അകത്ത് വലിയ വാല്യൂ 2.2 ആണ്. 2.2 മൈനസ് കണ്ട സാധനം 2.1 ആണ്. മൈനസ് ചെറിയ വാല്യൂ 2.07 ഇസ് ഈക്വൽ ടു HF മാത്രം എടുക്കുക. HF കണ്ടുപിടിക്കുന്നതായിരിക്കും. HF ആണെങ്കിൽ അത് നിങ്ങളിപ്പോ നീ ഒന്നും കേട്ടില്ല. ഹലോ, വായോർന്ന് പറ. മെസ്സിയും റോയ്സും കേട്ടുന്നു, വേറെ അമ്പറൊന്നും സംഭവം ഞാനിതല്ല, ഞാൻ രണ്ടിന്റെ കുഴപ്പമാണോ വെച്ചിട്ട് ബാക്കോട്ട് പോയിട്ട് വന്നു. റോഹിത്തും മെസ്സി അടിച്ച് പറയും. സംഭവം അല്ല, നിങ്ങൾക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇയാളെ പ്രസന്റേഷൻ ഒന്നും നമുക്ക് കാണുന്നില്ലല്ലോ. ആരോ ഹാക്ക് ചെയ്ത് സംഭവം. പക്ഷെ പ്രസന്റേഷൻ ഒന്നും കാണുന്നില്ല. ഞാൻ എന്റെ പോയതായിരിക്കും. പക്ഷെ നീ പറയുമ്പോല്ലേ അയാളെ ഏതോ മൊബൈൽ തന്നെ പറയുന്ന പോലെ ഉണ്ട്. ഈ മീറ്റിംഗ് പറയുന്ന പോലെ തോന്നില്ല. പ്രസന്റേഷൻ ഒന്നും കാണുന്നില്ല, പക്ഷെ അങ്ങനെ വോയിസ് ക്ലിയർ ഉണ്ട്. പിന്നെ ആരൊന്നും പോയിരിക്കണ്ട കേട്ടോ, എന്റെ നെറ്റ് കട്ടായി പോയതാന്ന്. ക്ലാസ് ഒന്നും എടുത്തിരുന്നായിരിക്കും.